മുട്ടു തേയ്മാനമുള്ളവർക്ക് എക്സസൈസ് ചെയ്യാമോ? എക്സസൈസ് ചെയ്താൽ തേയ്മാനം കൂടുമെന്ന് വിചാരിച്ച് പലരും എക്സസൈസ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ശരിയായ രീതിയിൽ എക്സസൈസ് ചെയ്യുന്നത് മുട്ടുവേദന കുറയ്ക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വീഡിയോയിൽ മുട്ടു തേയ്മാനമുള്ളവർക്ക് എക്സസൈസ് ചെയ്യാമോ, മുട്ടുവേദന ഉള്ളപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കാമെന്ന് കൃത്യമായി പറഞ്ഞു തരാം. മുട്ടു തേയ്മാനം അല്ലെങ്കിൽ മുട്ടുവേദനയുള്ളവർ കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് എടുക്കുന്നത് എപ്പോഴും നല്ലതല്ല. നമ്മുടെ ജോയിന്റ്സിന് മൂവ്മെന്റ്സ് ഇല്ലാതെ വരുമ്പോൾ മസിൽസ് വീക്ക് ആവും, ജോയിന്റ് കൂടുതൽ സ്റ്റിഫ് ആവും. അതുകൊണ്ട് പിന്നെ നമ്മൾ നടക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ വേദന ഉണ്ടാക്കാനുള്ള ചാൻസ് അധികമാണ്. അതുകൊണ്ട് കൺട്രോൾഡ് ആയിട്ടുള്ള മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മുടെ വേദന അവഗണിച്ച് ഓവറായിട്ട് എക്സസൈസ് ചെയ്താലും ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യും. വേദന ഉള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റ് എടുത്ത് വെയിറ്റ് കൊടുക്കാതെ തന്നെ മുട്ട് മടക്കി നിർത്താൻ ശ്രദ്ധിക്കുക. ബെഡിൽ ഇരുന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയറിൽ ഇരുന്നിട്ട് നമുക്കത് ചെയ്യാം. സാവധാനം അവനവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും വേദനയുടെ തോതനുസരിച്ചും നമ്മൾ ചെയ്താൽ മതി. നമ്മൾ ബോഡിയുടെ ഓരോ മൂവ്മെന്റ്, ഏത് മൂവ്മെന്റിലാണ് വേദന കൂടുന്നത് ഒക്കെ നമ്മൾ മനസ്സിലാക്കി അത് കണക്കാക്കി സാവധാനമുള്ള മൂവ്മെന്റ്സ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ സ്ഥിരമായി കുറച്ച് മൂവ്മെന്റ്സ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ജോയിന്റ്സിനുള്ള സർക്കുലേഷൻ ഇംപ്രൂവ് ആവുകയും അതുകൊണ്ടുള്ള വേദന കുറച്ച് കുറയാനും ചാൻസ് ഉണ്ട്. അടുത്ത സ്റ്റേജിൽ നമ്മൾ വെയിറ്റ് കൊടുത്തുകൊണ്ട് ഗ്രാജുവൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ചെയ്യാണ് വേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ സ്ട്രെങ്തനിങ്ങോ അല്ലെങ്കിൽ വലിയ വലിയ എക്സസൈസുകളും അല്ലെങ്കിൽ പടികൾ കയറാനൊക്കെ നമ്മൾ തുടങ്ങേണ്ടത്. ആദ്യം ഓരോ സ്റ്റെപ്പിലും വേദന മാറിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് മാറും. ആദ്യം ഇരിക്കുമ്പോൾ വേദന കുറയണം, മടക്കി നിർത്തുമ്പോൾ കംപ്ലീറ്റ്ലി വേദന കുറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ എണീറ്റ് നിന്ന് ഇതുപോലെ തന്നെ വെയിറ്റ് ബെയറിംഗ് കൊടുത്തതിന് ശേഷം വേദന ഉണ്ടോ എന്ന് നോക്കണം. ആ വേദന കുറഞ്ഞതിന് ശേഷമാണ് മെല്ലെ നമ്മൾ നടക്കുകയും മെല്ലെ സ്റ്റെപ്പ് കയറുകയും ഒക്കെ ചെയ്യേണ്ടത്. അങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തനിങ് കൊണ്ടുവരണം. നമ്മുടെ മുട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നത് നമ്മുടെ മസിൽസ് ആണ്. അതുകൊണ്ടാണ് ഈ ജോയിന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് മസിൽ സ്ട്രെങ്തനിങ് ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ സിവിയർ ആയിട്ട് മുട്ടുവേദനയുള്ള ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെറിയ ചെറിയ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് ഡെയിലി നമ്മളൊരു പ്രോഗ്രസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് എടുത്ത് എക്സസൈസ് ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഗ്രാജുവൽ മൂവ്മെന്റ്സ് എപ്പോഴും നമ്മുടെ ജോയിന്റ്സിന് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് കുറെ കാലമായിട്ട് എന്തെങ്കിലും മുട്ടുവേദന അല്ലെങ്കിൽ മുട്ടു തേയ്മാനം ഡയഗ്നോസ് ചെയ്തിട്ട് ഇരിക്കുന്ന ആളാണെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും മുട്ടുവേദന അല്ലെങ്കിൽ ശരീരത്തിൽ നീർക്കെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. അതുപോലെ സ്പൈൻ ആൻഡ് ജോയിന്റ് സംബന്ധമായിട്ടുള്ള ഇത്ര അറിവുകൾക്ക് ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ.